ഓം നമഃശിവായ. 2016 മുതൽ ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി തുടങ്ങിയ മാഘമക മഹോത്സവം ഇന്ന് ഒരു മഹാകുംഭമേളയ്ക്ക് സമാനമായി തീരുകയാണ്. തിരുനാവായിലും താപസന്നൂരിലും തവനൂരിലും രണ്ട് കരകളെയും സംഗമിപ്പിച്ചുകൊണ്ട് ധർമ്മത്തിൻ്റെ സംഗമം, സംസ്കാരത്തിൻ്റെ സംഗമമായിട്ട് ഈ മഹാഭൂമി, യാഗഭൂമി മാറുകയാണ്. തവനൂര് ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ബ്രഹ്മദേവന്റെ യാഗഭൂമിയായ തവനൂരിൽ ഈ വരുന്ന 23-ാം തീയതി മുതൽ മഹായാഗത്തിന് തിരികൊളുത്തുകയാണ്. ഈ യാഗഭൂമിക്ക് ഒരു ചരിത്രമുണ്ട് പറയാൻ. പരശുരാമൻ ബ്രഹ്മദേവനോട് പ്രാർത്ഥിച്ചു പോലും കേരളത്തിൻ്റെ അഭിവൃദ്ധിക്കും മംഗളത്തിനുമായിട്ട് അങ്ങ് തന്നെ ഒരു യാഗം നടത്തണമെന്ന്. അങ്ങനെ പരശുരാമന്റെ പ്രാർത്ഥന പ്രകാരം ബ്രഹ്മാവ് യാഗം നടത്തിയ സ്ഥലമാണ് താപസന്നൂർ അഥവാ തവനൂര്. മാഘമാസത്തിലാണ് 28 ദിവസം നീണ്ടുനിന്ന ആ യാഗഭൂമി ഇന്ന് വീണ്ടും യാഗത്തിനായിട്ട് തവനൂര് ഒരുങ്ങുകയാണ്. ചതുർമുഖനായിട്ടുള്ള ബ്രഹ്മന്റെ ക്ഷേത്രം കേരളത്തിൽ ഇവിടെ മാത്രമാണുള്ളത്. അതിന് വിഗ്രഹത്തിന് പോലും ഒരു പ്രത്യേകതയുണ്ട്. ഭഗവാൻ കൈ ഉയർത്തി യാഗം ചെയ്യുന്ന ഭാവത്തിലാണ് ഇവിടുത്തെ വിഗ്രഹപ്രതിഷ്ഠ പോലും. അതായത് എപ്പോഴും യാഗങ്ങൾ ഇവിടെ ചെയ്യണം, യാഗങ്ങൾ ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ള സന്ദേശമാണ് ഈ വിഗ്രഹം നമുക്ക് തരുന്നത്. അതെ, ഈ യാഗഭൂമിയിൽ വീണ്ടും യാഗശാല ഉണരുകയാണ്. പ്രഗത്ഭരായ തന്ത്രിമാരുടെയും തപസ്സികളായ ആചാര്യന്മാരുടെയും സാന്നിധ്യത്തിൽ പലവിധത്തിലുള്ള പൂജകളും യാഗങ്ങളും നാമജപങ്ങളും സംവാദങ്ങളും ചർച്ചകളും ഭജനകളും നാമസങ്കീർത്തനങ്ങളുമായിട്ട് ഒരു യാഗഭൂമി, ബ്രഹ്മാവിൻ്റെ യാഗഭൂമി വീണ്ടും ഉണരുകയാണ്. അവിടെ എല്ലാവരും താപസന്മാരായി തീരുകയാണ്. ഈ 28 ദിവസം ബ്രഹ്മാവ് നടത്തിയ യാഗഭൂമിയിൽ ആ യാഗത്തിൽ പങ്കെടുക്കുവാൻ ഗംഗാദേവിയോടൊപ്പം മറ്റുള്ള നദീദേവതകളും 7 നദീദേവതകളും ഇവിടെ എത്തി. 7 നദിയുടെ പ്രവാഹം ആ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ 7 നദിയുടെ തീരത്തിരുന്നു കൊണ്ട് തന്നെ, തീർത്ഥങ്ങളായി തീർന്നിരിക്കുന്ന ഈ നദിയുടെ തീരത്തിരുന്നുകൊണ്ട് തന്നെ ബ്രഹ്മാവിൻ്റെ യാഗഭൂമിയിൽ നടക്കുന്ന ഈ യാഗത്തിലേക്ക്, യജ്ഞത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, ഋഷിമാരുടെ സംവാദത്തിലേക്ക്, സന്ധികളുടെ സംഗമത്തിലേക്ക്, സംസ്കാരത്തിൻ്റെ സംഗമത്തിലേക്ക്, ധർമ്മത്തിൻ്റെ കാഹളവുമായിട്ട് ഈ വരുന്ന ജനുവരി 23 മുതൽ തവനൂര് കേന്ദ്രമാക്കി ഫെബ്രുവരി 3 വരെയുള്ള മഹാമകം ആഘോഷിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങളെയും അതിലേക്ക് ക്ഷണിക്കുന്നു. ഈ വരുന്ന ദിവസങ്ങൾ ഒരു സാധാരണക്കാരൻ സാധകനായിട്ട് ഉണരുകയാണ്. ഇവിടെ ആദ്യ പരാശക്തിയുടെ ചൈതന്യം നിറയുകയാണ്. ഓരോ വ്യക്തികളിലും ആത്മചൈതന്യം നിറച്ചുകൊണ്ട് തന്നെ ഈ ദേശത്തെ മുഴുവൻ ചൈതന്യവത്താക്കുവാനുള്ള യാഗഭൂമി ഉണരുകയാണ്. എല്ലാ സജ്ജനങ്ങൾക്കും അമ്മയുടെ നാമധേയത്തിൽ എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഈ ഒരു അസുലഭ നിമിഷം പാഴാക്കാതെ ജന്മപുണ്യം നേടുവാനും ജന്മദുരിതങ്ങൾ നീങ്ങുവാനും ഈ ഒരു മഹത്തായ അവസരത്തെ എല്ലാവരും വിനിയോഗിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ യാഗഭൂമിയിലേക്ക്, ബ്രഹ്മാവ് യാഗം നടത്തിയ തവനൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അമൃതേശ്വരിയെ നമഃ.